ഫ്രണ്ട്സ്, എൽസ്കോർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ചാപ്റ്റർ 1 ക്ലാസ് 10th ബയോളജിയിലെ ചാപ്റ്റർ 1 രണ്ടാം പാർട്ടിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. അപ്പം കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ DNA-യും RNA-യും ക്രോമസോം ഒക്കെ ഡിസ്കസ് ചെയ്തു. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വഭാവങ്ങളിലെ സാമ്യ വ്യത്യാസങ്ങൾ, പിന്നെ നമുക്കറിയാം ഗ്രിഗർ മെൻഡലിൻ്റെ ആ ഒരു പരീക്ഷണങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് സ്വഭാവങ്ങളിലെ സാമ്യ വ്യത്യാസങ്ങളാണ്. അപ്പം സ്വഭാവങ്ങളിലെ സാമ്യ വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പം മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം. അതായത് നമ്മുടെ മാതാപിതാക്കളുടെ സവിശേഷത അതുപോലെ നമ്മൾ മക്കളിലേക്ക് സന്താനങ്ങളിലേക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഉണ്ടായാൽ പറയാം അത് പാരമ്പര്യത്തിലൂടെ വന്നതാ, നമ്മൾ കേട്ടിട്ടുണ്ട് പാരമ്പര്യം എന്ന് പറയുന്നത്. പിന്നെ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സന്താനങ്ങളിൽ പ്രകടമാവുന്ന സവിശേഷതകളാണ് വ്യതിയാനം. നമ്മുടെ മാതാപിതാക്കളിൽ ഇല്ലാത്ത ഒരു സവിശേഷത നമ്മളിൽ പ്രകടമാകുന്നു, അതാണ് വ്യതിയാനം എന്ന് പറയുന്നത്. അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജീനുകളാണ് പാരമ്പര്യം, വ്യതിയാനം എന്നിവയ്ക്ക് കാരണമാകുന്നത്. അത് നമുക്കറിയാം, നമ്മുടെ ജീനുകളാണ് നമ്മുടെ സ്വഭാവ സവിശേഷതകൾക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജീനുകളുണ്ട്, ആ ജീനുകളാണ് പാരമ്പര്യവും വ്യതിയാനവും എന്നിവയ്ക്ക് കാരണമാവുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രിഗർ മെൻഡലിൻ്റെ പരീക്ഷണങ്ങളും ആ ഒരു ജനിതക ശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പൂന്തോട്ടത്തിലെ ജനിതക ശാസ്ത്രം ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്? ജനിതക ശാസ്ത്രം. എന്താണ് ജനിതക ശാസ്ത്രം? ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം അവയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന, പഠിക്കുന്ന, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ആരാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. മെൻഡൽ എന്നെങ്കിലും പഠിച്ചു വെക്കണം. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ആണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ജനിതക ശാസ്ത്രം എന്താ? ജീനുകളും പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം ഗ്രിഗർ മെൻഡൽ പയർച്ചെടിയിൽ, നമ്മുടെ പയർച്ചെടിയിൽ നടത്തിയ പരീക്ഷണങ്ങൾ വഴിയാണ് പാരമ്പര്യ ഗുണങ്ങൾ എങ്ങനെ തലമുറകളിലേക്ക് പകരുന്നുവെന്ന് കണ്ടെത്തിയത്. അതായത് ഗ്രിഗർ മെൻഡൽ, ഈ ഒരു ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടുള്ള ഗ്രിഗർ മെൻഡൽ പയർച്ചെടിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു പയർച്ചെടിയിൽ നടത്തിയ പരീക്ഷണങ്ങൾ വഴിയാണ് പാരമ്പര്യ ഗുണങ്ങൾ എങ്ങനെ തലമുറകളിലേക്ക് പകരുന്നുവെന്ന് കണ്ടെത്തിയത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ പഠിക്കാം. അപ്പോൾ മെൻഡലിൻ്റെ പരീക്ഷണങ്ങളിൽ നമ്മൾ ഫസ്റ്റ് അയാൾ ചെയ്തൊരു പരീക്ഷണമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് അദ്ദേഹം ചെയ്തത് ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചാണ് വർഗ്ഗസങ്കരണ പരീക്ഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെ അത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു ജോഡി വിപരീത ഗുണം എന്ന് പറയുമ്പോൾ ഉയരം എന്നുള്ളൊരു ഗുണത്തെ എടുത്തു. അപ്പോൾ അതിൻ്റെ വിപരീത ഗുണങ്ങളായിട്ട് ഉയരം കുറഞ്ഞത്, ഉയരം കൂടിയത്, അങ്ങനെ ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചാണ് ആദ്യം അദ്ദേഹം വർഗ്ഗസങ്കരണ പരീക്ഷണം നടത്തിയത്. ഇത് മോണോ ഹൈബ്രിഡ് ക്രോസ്, മോണോ എന്ന് പറഞ്ഞാൽ ഒരു ജോഡി, ഒന്ന് എന്നൊക്കെ സൂചിപ്പിക്കുന്നത്, മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പം ഉയരം എന്ന സ്വഭാവത്തെ പരിഗണിച്ചാണ് അദ്ദേഹം ഈ ഒരു വർഗ്ഗസങ്കരണം നടത്തിയത്. ഉയരം എന്ന സ്വഭാവത്തെ പരിഗണിച്ച്. അപ്പോൾ എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ്? ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ച് നടത്തിയ വർഗ്ഗസങ്കരണ പരീക്ഷണമാണ് ഇതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഉയരം എന്നൊരു സ്വഭാവത്തെ പരിഗണിച്ചിട്ടാണ് വർഗ്ഗസങ്കരണം നടത്തിയത്. അപ്പോൾ നമുക്കത് നോക്കാം. അതിൻ്റെ ഒരു ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. മാതൃസസ്യങ്ങളിൽ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും എടുത്തു. അതിൻ്റെ ഒന്നാം തലമുറയിൽ ഉയരം കൂടിയതാണ് നമുക്ക് ലഭിച്ചത്. പിന്നെയും അതിൻ്റെ F2 തലമുറ, രണ്ടാം തലമുറയിൽ നമുക്കറിയാം എന്താണ്? ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും ലഭിച്ചു. അവിടെയുള്ള അനുപാതം എന്ന് പറയുന്നത് 3:1 ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതിൻ്റെ അലീൽസ് വെച്ചിട്ട് ചെയ്യുന്നത് അടുത്തതിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ വിത്തിനുള്ളിൽ ഉണ്ടാകാമെന്ന് അദ്ദേഹം ഊഹിച്ചു. ഉയരക്കുറവ് എന്ന ഗുണത്തിന് കാരണമായ ഘടകത്തിന് എന്തായിരിക്കും എന്ന് കണ്ടെത്താൻ അദ്ദേഹം ഒന്നാം തലമുറയിൽ ലഭിച്ച ചെടികളെ സ്വപരാഗണത്തിന് വിധേയമാക്കിയിട്ട് രണ്ടാം തലമുറ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. അതായത് ഈ ഒന്നാം തലമുറയിൽ നമുക്ക് ഉയരം കൂടിയത് മാത്രമാണ് കിട്ടിയത്. ഉയരം കൂടിയതും കുറഞ്ഞതും കൂടി വർഗ്ഗസങ്കരണം നടത്തിയപ്പം ഉയരം കൂടിയതാണ് കിട്ടിയത്. അപ്പോൾ ആ ഉയരക്കുറവ് എന്ന ഗുണത്തിന് കാരണമായ ഘടകത്തിന് എന്തായിരിക്കും ഈ ഉയരക്കുറവിന് കാരണം, ഈ ഉയരക്കുറവ് എന്നുള്ളൊരു ഘടകം ഉണ്ടല്ലോ, അതിനെന്താ സംഭവിച്ചെന്ന് കണ്ടെത്താൻ അദ്ദേഹം ഒന്നാം തലമുറയിൽ ലഭിച്ച ചെടികളെ സ്വപരാഗണത്തിന് വിധേയമാക്കിയിട്ട് രണ്ടാം തലമുറ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനിയാണ് പഠിക്കേണ്ട സാധനം. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ. അദ്ദേഹം ഉയരം കൂടിയതെടുത്തപ്പം 2T അലീലുകൾ നമ്മൾ 2 ക്യാപിറ്റൽ ടി ആണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? ഉയരം കൂടിയതിനെ. ഉയരം കുറഞ്ഞതിനെ സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ ടി.
അപ്പോൾ അതിന് നമ്മൾ ഗാമീറ്റ്സ് ആയിട്ട് ലിംഗകോശമായിട്ട് എടുത്തപ്പം രണ്ടിൽ നിന്നും ഒന്ന് മാത്രം പുറത്തേക്ക് വന്നു. ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ലെറ്റർ ടിയും മാത്രം വന്നിട്ട് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി കിട്ടി. ഇത് ഉയരം കൂടിയതിനെ സൂചിപ്പിക്കുന്നു. കാരണം ഇതിൽ ഫസ്റ്റ് വന്നത് ക്യാപിറ്റൽ ലെറ്റർ ടി ആണ്. ക്യാപിറ്റൽ ലെറ്റർ ടി എന്താണ്? ഉയരം കൂടിയതിനെയാണ്. അപ്പോൾ ഒന്നാം തലമുറയിൽ എന്താണ് ലഭിച്ചത്? ഉയരം കൂടിയ ചെടിയാണ് ലഭിച്ചത്. എന്നിട്ട് അതിനെ സ്വപരാഗണത്തിന് വിധേയമാക്കി സെൽഫ് പോളിനേഷന് എന്താണ് ഒന്നാം തലമുറയുടെ സ്വപരാഗണം നടത്തി. അപ്പോൾ നമുക്ക് കിട്ടിയത് ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് ഒന്നാം തലമുറയിൽ കിട്ടിയത്. അതിന് സ്വപരാഗണത്തിന് വിധേയമാക്കിയപ്പോൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ ക്രോസ് ചെയ്തു. അപ്പോൾ നമുക്കിതാ ടി ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇവിടെയും ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതിന് സ്വപരാഗണത്തിന് വിധേയമാക്കിയപ്പോൾ എന്താണ് ക്യാപിറ്റൽ ടി രണ്ട് ടി നമുക്ക് കിട്ടി. ഇവിടെ ഇതാ ക്യാപിറ്റൽ ടി എന്താണ് സ്മോൾ ടി കിട്ടി. ഇവിടെ ഇതാ സ്മോൾ ടി ക്യാപിറ്റൽ ടി എന്നാണ് വരിക. ഇതാ ഇതും തമ്മിൽ ഇങ്ങനെ ചേരുമ്പോൾ പക്ഷെ നമ്മൾ ക്യാപിറ്റൽ ടി തന്നെ ഫസ്റ്റ് എഴുതണം. പിന്നെ ഇവിടെ സ്മോൾ ടി ഉണ്ട്. സ്മോൾ ടി എന്ത് കിട്ടി? രണ്ട് സ്മോൾ ടി ടി. അപ്പോൾ ഇത് ഉയരം കൂടിയതാണ്, ഇതും ഉയരം കൂടിയതാണ്, ഇതും ഉയരം കൂടിയതാണ്. ഇത് രണ്ട് സ്മോൾ ടി ആയതുകൊണ്ട് ഇത് ഉയരം കുറഞ്ഞതാണ്. ഇവിടെ നമുക്ക് കിട്ടിയ അനുപാതം എന്താണ്? 3 ഉയരം കൂടിയതും 1 ഉയരം കുറഞ്ഞതും. ഇതാണ് എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസിലെ അനുപാതം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. നമുക്കിനി ഇതിൻ്റെ നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഘടകങ്ങൾ, ഫാക്ടേഴ്സ്. എന്താണ് ഫാക്ടേഴ്സ് നോക്കാം. മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണെന്ന് ഗ്രിഗർ മെൻഡൽ അനുമാനിച്ചു. അതായത് മാതാപിതാക്കളിലുള്ള സ്വഭാവ സവിശേഷതകൾ നമ്മൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ, അതായത് ഗമീറ്റ്സ്, നമ്മൾ ആ വട്ടത്തിലെഴുതിയില്ലേ ഗമീറ്റ്സ്, ആ ഗമീറ്റ്സിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ഒരു ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? മെൻഡൽ അനുമാനിച്ചു. ആ ഘടകങ്ങൾ അതിനെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഘടകങ്ങൾ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണെന്ന് കണ്ടെത്തിയത് മെൻഡലിൻ്റെ കാലത്തിന് ശേഷമാണ്. മെൻഡൽ പറഞ്ഞത് ഒരു ഘടകങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരു ഫാക്ടർ എന്നാണ് പറഞ്ഞത്. പക്ഷേ മെൻഡലിൻ്റെ കാലശേഷമാണ് മെൻഡൽ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറഞ്ഞത് ജീനാണെന്ന്, ഇന്ന് നമ്മൾ പറയുന്ന ജീനാണെന്ന് കണ്ടെത്തിയത്. അത് മെൻഡലിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ്. ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങൾ ഉണ്ടാവാം. എന്താണ്? ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങൾ ഉണ്ടാവാം. ഒരു ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങളെ അലീലുകൾ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ആ ഒരു ചിത്രത്തിൽ കണ്ടു, ഉയരം കൂടിയതിനെ സൂചിപ്പിക്കാൻ ഇതും ഉയരം കുറഞ്ഞതിനെ സൂചിപ്പിക്കാൻ സ്മോൾ ലെറ്റർ ടിയും. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഉയരം കൂടിയതിനും ഉയരം കുറഞ്ഞതിനെയും സൂചിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് രണ്ടും ഒരു സ്വഭാവമാണ്. ഉയരം എന്നുള്ള ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? ഉയരം എന്നുള്ളത് ഒറ്റ സ്വഭാവമാണ്, അതിൻ്റെ കൂടിയതിനെയും അതിൻ്റെ കുറഞ്ഞതിനെയും. അപ്പോൾ ഇവിടെ രണ്ട് അലീലുണ്ട്, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. അതാ പറഞ്ഞത്, ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങൾ ഉണ്ടാകാം. ഒരു ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങൾ എന്ത് പറയും? അലീലുകൾ. ഇത് അലീലുകളാണ്. അതാ ഇവിടെ പറഞ്ഞത്. സാധാരണയായിട്ട് ഒരു ജീനിന് 2 അലീലുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അപ്പുറം കണ്ട ചിത്രത്തിൽ വർഗ്ഗസങ്കലനത്തിൽ ഉയരം എന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിൻ്റെ വ്യത്യസ്ത അലീലുകളാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നിവ. ടി എന്ന അലീൽ ഉയരക്കൂടുതലിനെയും എന്താണ് ഉയരം കൂടുന്നതിനെയും അല്ലെങ്കിൽ ഉയരക്കൂടുതലിനെയും എന്താണ് സ്മോൾ ലെറ്റർ ടി എന്ന അലീൽ ഉയരക്കുറവിനെയും സൂചിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ജീവിയിലെ സ്വഭാവത്തിൻ്റെ പ്രകട രൂപത്തെ നമ്മൾ എന്ത് പറയും? ഫീനോടൈപ്പ്. ഒരു ജീവിയിലെ സ്വഭാവത്തിൻ്റെ പ്രകട രൂപത്തെ നമ്മൾ ഫീനോടൈപ്പ് എന്നാണ് പറയുക. ഇതിന് കാരണമായ ജനിതക ഘടനയെ നമ്മൾ എന്ത് പറയും? ജീനോടൈപ്പ്. അതായത് ഒരു ജീവിയിലെ സ്വഭാവത്തിൻ്റെ പ്രകട രൂപത്തെ ഫീനോടൈപ്പ് എന്നും അതിന് കാരണമായിട്ടുള്ള ജനിതക ഘടനയെ നമ്മൾ പറയും? ജീനോടൈപ്പ് എന്നും പറയും. ഇപ്പോൾ ഇവിടെ ഫീനോടൈപ്പായിട്ട് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടിയത് ഉയരം കൂടിയത് 3 ഉയരം കുറഞ്ഞത്. അതിൻ്റെ ജീനോടൈപ്പ് ജനിതക ഘടന എന്തായിരുന്നു? ക്യാപിറ്റൽ ടി സ്മോൾ ടി അങ്ങനെയല്ലേ നമുക്ക് കിട്ടിയേ? അതാണ് ഇവിടെ ഫീനോടൈപ്പും ജീനോടൈപ്പും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അടുത്തത് മെൻഡലിൻ്റെ അനുമാനങ്ങളാണ്. എന്തൊക്കെയാണ് ഈ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്ന് മെൻഡലിന് ലഭിച്ച അനുമാനങ്ങൾ? ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും 2 ഘടകങ്ങൾ ചേർന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗ്ഗസങ്കലനത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാവുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്തു. നമ്മൾ കണ്ടു, ഒരു ജോഡി വിപരീത ഗുണങ്ങൾ നമ്മൾ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും എടുത്തു. അതിനെ വർഗ്ഗസങ്കലനത്തിന് വിധേയമാക്കിയപ്പോൾ ഒന്നാം തലമുറയിൽ നമുക്ക് ഉയരം കൂടിയത് മാത്രം കിട്ടിയത്. അതായത് വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രമാണ് പ്രകടമായത്, മറ്റേത് എന്ത് ചെയ്തു? ഉയരം കുറഞ്ഞത് മറഞ്ഞിരുന്നു.
ആ ഒന്നാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ പ്രകട ഗുണം, ഇവിടെ ഉയരം കൂടുതലിനെ അതിന് പ്രകട ഗുണമെന്നും മറഞ്ഞിരിക്കുന്നതിനെ ഗുപ്തഗുണം, അതായത് ഉയരക്കുറവിനെ ഗുപ്തഗുണം എന്നും പറയുന്നു. ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാം തലമുറയിൽ പ്രകടമാവുന്നുണ്ട്. ഒന്നാം തലമുറയിൽ ഉയരം കുറവ് എന്തായിരുന്നു, ഗുപ്ത ഗുണമായിരുന്നു, മറഞ്ഞിരുന്ന ഗുണമായിരുന്നു. എന്നാൽ രണ്ടാം തലമുറയിൽ നമുക്കൊരു ഉയരം കുറഞ്ഞ ചെടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ഒരു അനുമാനമാണ് ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നുണ്ട്. ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ നമ്മൾ എന്തെയ്തു, ഈ ചിത്രത്തിൽ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു, ക്യാപിറ്റൽ ടി ഇവിടെ നമ്മൾ കണ്ടു, ക്യാപിറ്റൽ ടി അത് ഗമീറ്റ്സ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൂടിക്കലരാതെ വേർപിരിയുന്നുണ്ട്. ഒരു ക്യാപിറ്റൽ ടി മാത്രമായിട്ട് ഇവിടെ വരുന്നു, ഒരു സ്മോൾ ലെറ്റർ ടി അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് പിരിയുന്നുണ്ട്, കൂടിക്കലരാതെ വേർപിരിയുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് ക്യാപിറ്റൽ ടി എന്നാണ് നമുക്ക് കിട്ടിയത്. ഉയരം കൂടിയതിനെ സൂചിപ്പിച്ചത് ക്യാപിറ്റൽ ടി, ഉയരം കുറവിനെ സ്മോൾ ടി ആണ് സൂചിപ്പിച്ചത്. ഇത് ഗമീറ്റ്സ് ആയിട്ട് മാറുമ്പോൾ ഒരു ക്യാപിറ്റൽ ടി മാത്രം വന്നു. ഇവിടെ ഇത് ഗമീറ്റ്സ് ആയപ്പോൾ ഒരു സ്മോൾ ലെറ്റർ ടി മാത്രം വന്നു. ഗമീറ്റ്സിനാണ് ലിംഗകോശങ്ങൾ എന്ന് പറയുന്നത്. അതായത് ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ എന്ത് ചെയ്തു, വേർപിരിഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ രണ്ടാം തലമുറയിലെ സന്താനങ്ങളിൽ പ്രകട ഗുണമുള്ളവയുടെയും ഗുപ്ത ഗുണമുള്ളവയുടെയും അനുപാതം 3:1 ആണ്. നമുക്ക് 3 ഉയരം കൂടിയതും 1 ഉയരം കുറഞ്ഞതുമായിരുന്നു ലഭിച്ചത്. ഓക്കെ, അടുത്തത് നമ്മളിപ്പോൾ മോണോ ഹൈബ്രിഡ് ക്രോസാണ് പഠിച്ചത്. അതിൻ്റെ അനുമാനങ്ങളും അതിലെന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ പഠിച്ചു. ഇനി അടുത്ത ഘട്ടത്തിൽ ഒരേ ചെടിയിലെ 2 ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേഷണം അദ്ദേഹം നിരീക്ഷണ വിധേയമാക്കി. ഇത് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് അറിയപ്പെടുന്നു. അതായത് അതിന് അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം ചെയ്തത് ഒരേ ചെടിയിൽ 2 ജോഡി വിപരീത ഗുണങ്ങൾ. നേരത്തെ ഉയരം കുറഞ്ഞ 1 ജോഡി വിപരീത ഗുണമാണ് എടുത്തത്. ഇവിടെ അദ്ദേഹം ഉയരത്തെയും എടുത്തു, പിന്നെ എന്താണ്, വിത്തിൻ്റെ ആകൃതിയെയും എടുത്തു. 2 ഇതിനെ എടുത്തു, ഉയരത്തെയും ആ ഒരു വിത്തിൻ്റെ ആകൃതിയും എടുത്തു. അപ്പോൾ അദ്ദേഹം ഇവിടെ എടുത്തത് ഉയരം കൂടിയത്, ഉയരം കുറഞ്ഞത്, പിന്നെന്താണ്, ഉരുണ്ട വിത്ത്, ചുളുങ്ങിയ വിത്ത്, ഇങ്ങനെ എന്ത് ചെയ്തു, 2 ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേഷണം അദ്ദേഹം നിരീക്ഷണ വിധേയമാക്കി. ആ ഇത് വർഗസങ്കരണം നടത്തി എന്ന് പറഞ്ഞാൽ മതി. 2 ജോഡി വിപരീത ഗുണങ്ങളെ ഒരേ ചെടിയിലാണ്, ഒരേ ചെടിയിലെ 2 ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേഷണം അല്ലെങ്കിൽ വിപരീത ഗുണങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു, വർഗസങ്കരണം നടത്തി. ഇത് ഡൈഹൈബ്രിഡ് ക്രോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നേരത്തേത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആയിരുന്നു, മാറിപ്പോവാൻ പാടില്ല. ഇതിൽ നിങ്ങൾക്ക് കാണാം മാതൃസസ്യങ്ങൾ. അപ്പോൾ ഇവിടെ ഉയരം കൂടിയതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ടി, ഉരുണ്ട വിത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ക്യാപിറ്റൽ ആർ. ഇവിടെ ഉയരം കുറഞ്ഞതിനെ സൂചിപ്പിക്കാൻ വേണ്ടി സ്മോൾ ലെറ്റർ ടി, ചുളുങ്ങിയ വിത്തിനെ സ്മോൾ ലെറ്റർ ആർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു അലീലിനെ മാത്രം എടുത്തു, ലിംഗകോശമായിട്ട് ഒരു അലീലിനെ മാത്രം എടുത്തു. ഈ ആറിൽ നിന്നും ഒന്നിനെ മാത്രം എടുത്തു. അങ്ങനെയാണ് ക്യാപിറ്റൽ ആർ എന്ന് കിട്ടിയത്. ഇവിടെ നിന്നും സ്മോൾ ലെറ്റർ ആർ, ഇങ്ങനെയാണ് ഇതിനെ കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തപ്പോൾ എന്ത് ചെയ്തു, ക്യാപിറ്റൽ ടി, ഇവിടെയുള്ള സ്മോൾ ലെറ്റർ ടി, ഇവിടെയുള്ള ക്യാപിറ്റൽ ആർ, ഇവിടെയുള്ള സ്മോൾ ആർ, അങ്ങനെയാണ് ഈ ഒരു സംഭവം നമുക്ക് ലഭിക്കുന്നത്. അതാണ് ഒന്നാം തലമുറയിൽ കിട്ടിയത്. എന്താണ്, ഒന്നാം തലമുറയിൽ നമുക്ക് ലഭിച്ചത് ഉയരം കൂടിയ ഉരുണ്ട വിത്താണ്. കാരണം ക്യാപിറ്റൽ ടി ഉയരം കൂടിയതിനെയും പിന്നെന്താണ് സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ആർ ഉരുണ്ട വിത്തിനെ. അപ്പോൾ നമുക്ക് ഒന്നാം തലമുറയിൽ കിട്ടിയത് ഉയരം കൂടിയ ഉരുണ്ട വിത്താണ്. എന്നിട്ട് ഒന്നാം തലമുറയുടെ സ്വപരാഗണം നടത്തി. അത് ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. ഒന്നാം തലമുറയുടെ സ്വപരാഗണം. അപ്പോൾ നമുക്ക് ഒന്നാം തലമുറയിൽ കിട്ടിയത് എന്താണ്, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ ആണ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്തു, നമ്മൾ ഇതിനെ സ്വപരാഗണം നടത്താണ്. ഇതിനെന്ത് ചെയ്തു, നമ്മൾ സ്വപരാഗണം നടത്തി. സ്വപരാഗണം നടത്തി. അപ്പോൾ ഇതിൽ ഈ ഒന്ന് മാത്രം നമ്മൾ എടുക്കുക. ഈ ഒന്ന് മാത്രം എടുത്തിട്ട് ഈ ടീനെ ഒരു വട്ടത്തിലിട്ടു, സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ആർ, പിന്നെന്താണ് സ്മോൾ ലെറ്റർ ആർ. ഇത് നമ്മൾ ഇത് ചെയ്യാം, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ടിയും പിന്നെന്താ ഈ ടിയും ഇതൊന്ന് മായ്ക്കാം, ഈ ക്യാപിറ്റൽ ടിയും ഈ ആറും. അപ്പോൾ എന്താ ടി, ക്യാപിറ്റൽ ടി, ആർ ടി. ഈ ക്യാപിറ്റൽ ടിയും ഈ ആറും, ക്യാപിറ്റൽ ടി, സ്മോൾ ലെറ്റർ ആർ കിട്ടി. പിന്നെ ഈ ടിയും ഈ ആറും, ക്യാപിറ്റൽ ടി, ആറ് കിട്ടി. പിന്നെന്താ ഈ ടിയും ഈ ആറും, സ്മോൾ ലെറ്റർ ടി, ആറ് കിട്ടി. നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിയില്ലേ? എന്താ ഇവിടെ കിട്ടിയത്? നമുക്ക് ഇവിടെ കിട്ടിയത് വലുത്തത് മായ്ച്ചിട്ട് കാണിച്ചു തരാം. അവിടെ നമുക്ക് ലഭിച്ചത് ടി ഇങ്ങനൊരു സാധനം ലഭിച്ചു. പിന്നെ ഇവിടെ എന്താ, ഇവിടെ അതുപോലത്തെ വേറൊരു സാധനം തന്നെ, അല്ല സ്മോൾ ലെറ്റർ ആറാണ്. ഇവിടെ സ്മോൾ ലെറ്റർ ആറാണ് ലഭിച്ചത്. പിന്നെയുള്ള നമുക്ക് ടിയും ക്യാപിറ്റൽ ആറും, പിന്നെന്താ ടിയും സ്മോൾ ലെറ്റർ ആറും, ഇങ്ങനൊരു സാധനമാണ് നമുക്ക് ലഭിച്ചത്.
അതാണ് എവിടെ എഴുതിയിട്ടുള്ളത്. ആ ലഭിച്ച ഒരു സാധനം നമുക്ക് എന്താ ഇപ്പം അപ്പുറത്ത് നിന്ന് ലഭിച്ചത്, ഈ ഒരു സാധനം, പിന്നെന്താ ഇത്, പിന്നെന്താ ഇതും, ഇങ്ങനെ 4 ലഭിച്ചത്. ഓക്കെ, ഈ 4നെയും എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്കും എഴുതി. ഇതിനെയാണ് പുന്നറ്റ് സ്ക്വയർ എന്ന് പറയുക. ഒരു 16 കോളമുള്ള ഒരിത്. അതിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ലഭിച്ച സാധനത്തിന് എന്ത് ചെയ്തു, ഒരു 16 കോളം വരച്ചിട്ട്, ഒരു 16 കള്ളിയുള്ള ഒരു കോളം വരച്ചിട്ട് അതിൻ്റെ മേലെ ക്യാപിറ്റൽ ടി ആറും ക്യാപിറ്റൽ ടി സ്മോൾ ആറും സ്മോൾ ടി ക്യാപിറ്റൽ ആറും സ്മോൾ ടി സ്മോൾ ആറും കൊടുത്തു. അതുപോലെ താഴോട്ടും കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിനെ രണ്ടിനെയും ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ആർ, ഉയരം കൂടിയ ഉരുണ്ട വിത്ത് കിട്ടി. അതുപോലെ ഇത് രണ്ടും ചെയ്തു. ഇതും ചെയ്തു. പിന്നെ അടുത്ത് നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ ഇതും അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോളം ഫില്ലാക്കിയത്. നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റത്തത് പറഞ്ഞു തന്നപ്പോൾ തന്നെ ബാക്കിയും കൂടി ചെയ്യാൻ വേണ്ടി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ ലഭിച്ചത് 9 ഉയരം കൂടിയ ഉരുണ്ട വിത്ത്. 1 2 3 4 5 പിന്നെയോ 6 7 8 9 ഉയരം കൂടിയ ഉരുണ്ട വിത്തും, പിന്നെയോ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഉയരം കൂടിയ ചുളിങ്ങ വിത്താണ്. ഉയരം കൂടിയ ചുളിങ്ങ വിത്ത് എത്ര കിട്ടി, 1 2 ഉയരം കൂടിയ ചുളിങ്ങ വിത്ത് 3 കിട്ടി. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഉയരം കുറഞ്ഞ ഉരുണ്ട വിത്താണ്. 1 2 3 ഉയരം കുറഞ്ഞ ഉരുണ്ട വിത്ത് കിട്ടി. ഉയരം കുറഞ്ഞ ചുളിങ്ങ വിത്ത് 1. ഇതാണ് ഡൈഹൈബ്രിഡ് ക്രോസിലെ അനുപാതം. നേരത്തെ നമുക്ക് 3:1 കിട്ടിയത്. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, 9:3:3:1. അതായത് 9 ഉയരം കൂടിയ ഉരുണ്ട വിത്തും 3 ഉയരം കൂടിയ ചുളിങ്ങിയ വിത്തും 3 ഉയരം കുറഞ്ഞ ഉരുണ്ട വിത്തും 1 ഉയരം കുറഞ്ഞ ഒരു ചുളിങ്ങിയ വിത്തും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി ഈ ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് മെൻഡലിൻ്റെ അനുമാനം എന്താ, 2 അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായിട്ട് അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു. അതായത് നമ്മളിവിടെ എടുത്തത് 2 സ്വഭാവങ്ങളാണ്. അപ്പോൾ 2 അല്ലെങ്കിൽ അതിലധികമോ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവം എന്ത് ചെയ്യും, പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യും, അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കും. ഇത് ലോ ഓഫ് ഇൻഡിപെൻഡൻസ് അസോർട്ട്മെന്റ് പറയും. മെൻഡലിൻ്റെ ആ ഒരു ലോയാണ്. അപ്പം ഈ ഡൈഹൈബ്രിഡ് ക്രോസിന് മെൻഡലിന് കിട്ടിയ അനുമാനം എന്താണ്, 2 അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവം എന്ത് ചെയ്യും, പരസ്പരം കൂടിക്കലരാതെ അവർ സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻസ് ആയിട്ട് ചോദിക്കാം. ആ ഒരു പുന്നറ്റ് സ്ക്വയറിൻ്റെ നമ്മൾ ഇവിടെ വരച്ച ഈ ഒരു പുന്നറ്റ് സ്ക്വയറിൻ്റെ ഈ ഒരു സാധനമില്ല, ഇത് നിങ്ങൾ നല്ല വ്യക്തമായിട്ട് പഠിക്കണം. ഇത് നിങ്ങൾ ചെയ്യാൻ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഇതും പിന്നെ ഇതും പിന്നെ ഈ രണ്ടാമത്തെ കോളത്തിൽ ഈ രണ്ടാമത്തെ കോളം മൂന്നാമത്തെ, അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് തീർച്ചയായിട്ടും ചോദിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ചെയ്യുമ്പോൾ ഇതൊന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലേ, ഈ ഒരു അനുപാതം ഇത് എഴുതിയത് മനസ്സിലായില്ലേ? അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൽ ഫിനോടൈപ്പും ജീനോടൈപ്പും ഏതാണെന്ന് മനസ്സിലാക്കി എഴുതുക. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഞാൻ ആ ജീനോടൈപ്പും ഫിനോടൈപ്പും ഏതാണെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മെൻഡലിൻ്റെ അതൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഈ മെൻഡലിൻ്റെ നിയമങ്ങൾ ജനിതക ശാസ്ത്രത്തിൻ്റെ അടിത്തറയായിരുന്നു. നമുക്കറിയാം മെൻഡലിൻ്റെ നിയമങ്ങൾ ജനിതക ശാസ്ത്രത്തിൻ്റെ അടിത്തറയായിരുന്നു. എന്നാൽ ജീവികളിലെ സ്വഭാവ ഗുണങ്ങളുടെ വൈവിധ്യത്തെ പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ജീവികളിലുള്ള സ്വഭാവ ഗുണങ്ങളുടെ വൈവിധ്യത്തെ എന്ത് ചെയ്തിട്ടില്ല, പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ വേണ്ടി മെൻഡലിൻ്റെ നിയമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ജീനുകൾ, പരിസ്ഥിതി, മറ്റ് ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളെക്കുറിച്ച് പിൽക്കാല പഠനം എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഡലിൻ്റെ നിയമങ്ങളുടെ ചില പരിമിതികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ജീനുകൾ, പരിസ്ഥിതി അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ച് പിൽക്കാല പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പഠനം മെൻഡലിൻ്റെ നിയമങ്ങളുടെ ചില പരിമിതികളെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ നമ്മൾ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ജീനുകൾ, പരിസ്ഥിതി, മറ്റ് ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ച് പിൽക്കാലത്ത് പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനങ്ങൾ മെൻഡലിൻ്റെ നിയമങ്ങളുടെ ചില പരിമിതികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റത്തത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറയുന്നത് ഒരു ചുവന്ന പൂവുള്ള 4 മണിച്ചെടിയും വെള്ള പൂവുള്ള 4 മണിച്ചെടിയുമായിട്ട് വർഗ്ഗസങ്കലനം നടത്തിയാൽ പിങ്ക്
പൂവുള്ള ചെടികളാണ് ഉണ്ടാവുന്നത്. അതായത് നമ്മളൊരു ചുവന്ന പൂവുള്ള ഒരു 4 മണിച്ചെടിയെ വെള്ള പൂവുള്ള 4 മണിച്ചെടിയുമായിട്ട് വർഗ്ഗസങ്കലനം നടത്തിയാൽ നമുക്ക് ലഭിക്കുന്നത് പിങ്ക് പൂക്കളുള്ള ചെടികളാണ്. പ്രകട ഗുണത്തിന്റെ അലീലിന്, ഇവിടെ പ്രകടമായ ഗുണത്തിന്റെ അലീലിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? ഗുപ്ത ഗുണത്തിന്റെ അലീലിനെ പൂർണ്ണമായിട്ട് മറക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇവിടെ നമുക്ക് ഇത് രണ്ടും കൂടി സങ്കലനം നടത്തിയപ്പം ഒരു ചുവന്ന പൂവല്ല ലഭിച്ചത്, അല്ലെങ്കിൽ ഒരു വെള്ള പൂവല്ല ലഭിച്ചത്. അതിന് പകരം അതിന്റെ മിക്സ് ആയിട്ട് പിങ്ക് പൂവാണ് നമുക്ക് ലഭിച്ചത്. അതായത് ഇവിടെ പ്രകട ഗുണത്തിന്റെ അലീലിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? ഗുപ്ത ഗുണത്തിന്റെ അലീലിനെ പൂർണ്ണമായിട്ടും മറക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണ് ഇതിന് പറയുന്നത്. ഇത് ഇതിന്റെ സവിശേഷത. ഈ പിങ്കിൽ കൊടുത്തത് ഇതിന്റെ സവിശേഷതയും ഈ ഗ്രീനിൽ കൊടുത്തത് കാരണം, അതിനുള്ള കാരണവും ഈ ഒരു പ്രതിഭാസത്തിന്റെ പേരുമാണ്. നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അടുത്തൊരു മെൻഡിലിയൻ ഇൻഹെറിറ്റൻസ് ആണ്, നോൺ മെൻഡിലിയൻ ഇൻഹെറിറ്റൻസ് ആണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. കോഡോമിനൻസ് ഇതിൽ ചില കന്നുകാലികളിലും കുതിരകളിലും കാണുന്ന റോൺ കോട്ട് ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇതിലെന്താണ്? കാപ്പിയും വൈറ്റും കളറും മിക്സ് ആണ്. അപ്പോൾ ചില കന്നുകാലികളിൽ കുതിരകളിലൊക്കെ കാണുന്ന റോൺ കോട്ട്, ഇതിന്റെ കാരണം 2 അലീലുകളുടെയും ലക്ഷണം ഒരേ സമയം പ്രകടമാവുന്നുണ്ട്. അതായത് 2 അലീലുകളുടെയും, കാപ്പി നിറം കൊടുക്കുന്നതും വെള്ള നിറം കൊടുക്കുന്ന ആ ഒരു 2 അലീലിന്റെയും ലക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരേ സമയം പ്രകടമാവുന്നുണ്ട്. ഇതാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. അടുത്തത് മനുഷ്യനിലെ ABO രക്തഗ്രൂപ്പ്. നമ്മളെ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന, നമ്മുടെ മനുഷ്യനിലെ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ, നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷനിൽ 2ൽ കൂടുതൽ അലീലുകളുണ്ട്. ഏതൊക്കെയാണ്? IA, IB, പിന്നെ എന്താണ്? സ്മോൾ ലെറ്റർ I. ഇങ്ങനെ 3 അലീലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മൾട്ടിപ്പിൾ അലീലിസമാണ്. ഓക്കെ. പിന്നെ നമ്മുടെ ത്വക്കിൻ്റെ നിറവ്യത്യാസം. നമ്മുടെ ത്വക്കിൻ്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് ഒന്നിലധികം ജീനുകൾ ചേർന്നാണ്. അതായത് നമ്മുടെ ത്വക്കിൻ്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് ഒന്നിലധികം ജീനുകൾ ചേർന്നാണ്. ആ ഒരു ജീനുകളുടെ ഇവയുടെ പ്രവർത്തന ഫലമായിട്ട്, ഈ ഒരു ജീനുകളുടെ പ്രവർത്തന ഫലമായിട്ട് മെലാനിനാണ് നമ്മുടെ ത്വക്കിന് നിറം കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവയുടെ പ്രവർത്തന ഫലമായിട്ട് മെലാനിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ഈ ഒരു നിറവ്യത്യാസത്തിന് കാരണം. ഈ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. എന്താണ്? പോളിജീനിക് ഇൻഹെറിറ്റൻസ്. ഇവിടെ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് പറഞ്ഞു, കോഡോമിനൻസ് പറഞ്ഞു, മൾട്ടിപ്പിൾ അലീലിസം. മൾട്ടിപ്പിൾ അലീലിസം എന്താണ്? നമ്മുടെ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ 2ൽ കൂടുതൽ അലീലുകളുണ്ട്. എന്താണ്? 2ൽ കൂടുതൽ അലീലുകൾ. IA, IB, I എന്ന് പറഞ്ഞിട്ട് 3 അലീലുകൾ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മൾട്ടിപ്പിൾ അലീലിസമാണ്. പിന്നെ നമ്മുടെ ത്വക്കിൻ്റെ നിറവ്യത്യാസം. നമ്മുടെ ത്വക്കിൻ്റെ നിറത്തെ നിയന്ത്രിക്കുന്ന ഒന്നിലധികം ജീനുകൾ ചേർന്നാണ് ത്വക്കിൻ്റെ നിറം നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവയുടെ പ്രവർത്തന ഫലമായിട്ട് മെലാനിൻ, നമ്മുടെ ത്വക്കിന് നിറം നൽകുന്ന മെലാനിൻ്റെ അതിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നിറവ്യത്യാസത്തിന് കാരണമാകുന്നു. ഇതാണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്കിനി അടുത്തൊരു കാര്യത്തിലേക്ക് പോവാം. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റായിട്ട് നമുക്ക് നോക്കാനുള്ളത് വ്യതിയാനങ്ങൾക്ക് കാരണമായ ജനിതക പ്രക്രിയകൾ. നമ്മുടെ വ്യതിയാനങ്ങൾ, നമ്മൾ പാരമ്പര്യം പറഞ്ഞു, ഇനി വ്യതിയാനമാണ്. വ്യതിയാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിൽ പ്രകടമാവുന്ന ഒരു ഇതാണ് വ്യതിയാനം എന്ന് പറയുന്നത്. അതിന് പറയുന്നതാണ് വ്യതിയാനം. ആ ഒരു വ്യതിയാനത്തിന് കാരണമായിട്ടുള്ള ജനിതക പ്രക്രിയകൾ, ജനിതകപരമായിട്ടുള്ള പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രോസിംഗ് ഓവറാണ് ഒന്നാമത്തെ. ആ ഒരു പ്രക്രിയയിൽ ജനിതക പ്രക്രിയയിൽ ഒന്നാമത്തേതാണ് ക്രോസിംഗ് ഓവർ. അതായത് നമ്മുടെ ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായിട്ടുള്ള കോശ വിഭജന രീതിയാണ് ഊനഭംഗം. അതായത് ഊനഭംഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായിട്ടുള്ള കോശത്തിൻ്റെ വിഭജന രീതിയാണ് ഊനഭംഗം എന്ന് പറയുന്നത്. ആ ഒരു ഊനഭംഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന പ്രക്രിയയാണ് ക്രോസിംഗ് ഓവർ. എന്താണ്? ആ ഒരു ഊനഭംഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. അപ്പം ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായിട്ടുള്ള കോശ വിഭജന രീതിയാണ് ഊനഭംഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന പ്രക്രിയയാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രോസിംഗ് ഓവറിൽ അവിടെ ഇങ്ങനൊക്കെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? സമരൂപ ക്രോമസോമുകൾ. അതായത് സമരൂപ ക്രോമസോമുകൾ എന്താണ്? നമ്മൾ ഇതിന് മുമ്പുള്ള പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ജീവിയുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സമാനമായിട്ടുള്ള ക്രോമസോമുകളാണ് സമരൂപ ക്രോമസോമുകൾ. അവ എന്ത് ചെയ്യുന്നു? പരസ്പരം ജോഡി ചേരുന്നു. അതായത് ഞാൻ കാണിച്ചു തരാം. സമരൂപ ക്രോമസോമുകൾ, ഒരു ജോഡി സമരൂപ ക്രോമസോമുകൾ എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ടാവും. അപ്പം ഇത് ഒന്നാമത്തെ ഒരു ക്രോമസോം, ഇത് ഒന്നാമത്തെ ഒരു ക്രോമസോം. അടുത്ത ക്രോമസോം കാണിച്ചു തരാം. ഇത് രണ്ടാമത്തെ ക്രോമസോമാണ്. ഇതിന് ഞാനൊരു ഷെയ്ഡ് കൊടുക്കാം. ഇങ്ങനൊരു ഷെയ്ഡ് ഞാൻ ഇതിന് കൊടുക്കുന്നുണ്ട്. ഈ സമരൂപ ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നു? ജോഡി ചേരുന്നു. ഇവ ജോഡി ചേരുന്നു എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഈ സമരൂപ ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നു? ജോഡി ചേരുന്നു. ഇവിടെ കണ്ട ഇവർ ജോഡി ചേരുന്നത്. ഇത് മറ്റേ ക്രോമസോമാണ്. ഇവരിവിടെ എന്ത് ചെയ്യുന്നു? ജോഡി ചേരുകയാണ് ചെയ്യുന്നത്. അതല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? എന്താണ്?
അതാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. സമരൂപ ക്രോമസോമുകൾ, ഒരു ജീവിയുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സമാനമായിട്ടുള്ള ക്രോമസോമാണ് സമരൂപ ക്രോമസോമുകൾ. അപ്പോൾ ആ സമരൂപ ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ജോഡി ചേരുന്നു. സമരൂപ ക്രോമസോമുകൾ പരസ്പരം ജോഡി ചേരുന്നു. അത് നമ്മൾ അപ്പുറത്ത് വരച്ച് കാണിച്ചു. അപ്പോൾ ഈ ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്തെ നമ്മൾ എന്ത് പറയും? കയാസ്മ എന്ന് പറയും. ഇവ ജോഡി ചേരുന്ന ഭാഗത്തെ നമ്മൾ കയാസ്മ എന്ന് പറയും. ഇവിടെ ഏതാ കയാസ്മ? ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ കയാസ്മ എന്ന് പറയുന്നത്. ഇവിടെയല്ലേ ഇവർ ജോഡി ചേർന്ന ഈ രണ്ട് ക്രോമസോമുകൾ ജോഡി ചേർന്നത് ഇവിടെയാണ്. ഇതിന് നമ്മൾ കയാസ്മ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ജോഡി ചേരുന്ന ഭാഗത്തെ നമ്മൾ എന്ത് പറയും? കയാസ്മ എന്ന് പറയും. ഈ ഭാഗത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ക്രൊമാറ്റുകളും മുറിയുന്നു. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ക്രൊമാറ്റുകളും മുറിഞ്ഞിട്ട് മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നുണ്ട്. അതായത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട്, ഈ ഒരു കയാസ്മയിൽ വെച്ചിട്ട് ഇവ പരസ്പരം മുറിയും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചർ ആയിരിക്കും. ഈ ഭാഗത്ത് എന്താണ്? കുറച്ച് ഷെയ്ഡഡ് ആയിരിക്കും. കാരണം ഇതിൻ്റെ ഈ ഷെയ്ഡഡ് പോർഷൻ ഇപ്പുറത്തേക്ക് വരും. ഇപ്പുറത്ത് നമുക്ക് കിട്ടുന്നത് ശരാ, ഇപ്പുറത്ത് നമുക്ക് അവിടെ നമുക്ക് ലഭിക്കുന്നത് സെൻട്രോമിയർ ഉണ്ട്. അവിടെ നമുക്ക് ഈ ഒരു പോർഷനിൽ ഇതിൻ്റെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗം കിട്ടും. ബാക്കിയെല്ലാം നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ തമ്മിൽ ഇവിടെ വെച്ചിട്ട് ക്രൊമാറ്റോയിഡുകളും മുറിയും. എന്നിട്ട് ഈ ഒരു ഷെയ്ഡഡിൻ്റെ ആ ഒരു പോർഷൻ ഇതിലേക്കും, ഈ ഒരു ഷെയ്ഡ് ചെയ്യാത്ത ബ്ലാങ്ക് പോർഷൻ്റെ ഒരു പോർഷൻ ഇതിലേക്കും വരുന്നു. അങ്ങനെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അവർ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഒരു ലാസ്റ്റ് പറയുന്നത്, ഈ കൈമാറ്റത്തിലൂടെ അലീൽ പുനഃസംയോജനം നടക്കുന്നു. ഇത് സന്താനങ്ങളുടെ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കാരണമാകുന്നു. കാരണം ഇതിൽ നമ്മൾ കണ്ടു, രണ്ട് ഒരു സമരൂപ ക്രോമസോമുകൾ ജോഡി ചേർന്നിട്ട് ആ ജോഡി ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്ന് പറഞ്ഞു. ഇവിടെ വെച്ചിട്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ക്രൊമാറ്റോയിഡുകൾ മുറിഞ്ഞിട്ട് അത് എന്ത് ചെയ്യുന്നു? മാറ്റം ചെയ്യപ്പെടുന്നു, കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതിൽ എന്ത് നടക്കുന്നുണ്ട്? അലീലുകളുടെ പുനഃസംയോജനം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രോസിംഗ് ഓവർ എന്തിന് കാരണമാകാം? വ്യതിയാനത്തിന് കാരണമാവാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി വ്യതിയാനത്തിന് കാരണമാകുന്ന ലാസ്റ്റത്തെ ഒരു പ്രോസസ്സാണ്, രണ്ടാമത്തെ ഇതാണ് മ്യൂട്ടേഷൻ പ്രക്രിയ. വ്യതിയാനത്തിന് കാരണമാകുന്ന ഒരു ജനിതക പ്രക്രിയയാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനിതക ഘടനയിൽ ആകസ്മികമായിട്ടുണ്ടാകുന്നതും, അതായത് പെട്ടെന്നുണ്ടാകുന്നതും അല്ലെങ്കിൽ അതുപോലെ തന്നെ അടുത്ത തലമുറയിലേക്ക്, നമ്മളിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ. അതായത് ജനിതക ഘടനയിൽ ആകസ്മികമായിട്ടുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള മാറ്റങ്ങൾ. അതായത് അങ്ങനെ പറഞ്ഞാൽ ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം, പിന്നെയോ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു മാറ്റം, ആ ഒരു മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മ്യൂട്ടേഷന് കാരണം DNA ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ. നമ്മുടെ നമുക്കറിയാം DNA റെപ്ലിക്കേഷൻ, ആ ഒരു DNA റെപ്ലിക്കേഷനിൽ ഉണ്ടാകുന്ന തകരാറുകൾ, ചില പ്രത്യേക രാസവസ്തുക്കൾ മ്യൂട്ടേഷന് കാരണമാകാം, വികിരണങ്ങൾ, റേഡിയേഷൻസ് ഒക്കെ തുടങ്ങിയവ മ്യൂട്ടേഷന് കാരണമാകാം. അപ്പോൾ മ്യൂട്ടേഷന് ജീനുകളിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. മ്യൂട്ടേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജീനുകളിൽ മാറ്റം ഉണ്ടാക്കുന്നു. ഈ ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നു. അതായത് മ്യൂട്ടേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ജീനുകളിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. മ്യൂട്ടേഷൻ വഴി എന്ത് ചെയ്യും? പെട്ടെന്നുണ്ടാകുന്ന ഒരു ജനിതക ഘടനയിൽ ആകസ്മികമായിട്ടുണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മ്യൂട്ടേഷൻ ജീനുകളിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീനുകൾ നമ്മുടെ അടുത്ത തലമുറകളിലേക്ക് കൈമാറിയിട്ട് ഒരു സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പം ജീവികളുടെ പരിണാമത്തിൽ മ്യൂട്ടേഷന് വലിയ പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രം കൂടി നോക്കാം. ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇവിടെ തൈമിൻ, അഡിനിൻ എന്നാണ് ഇതിലുള്ളത്. പക്ഷെ ആ ഒരു ഇവിടെ എത്തുമ്പോൾ അഡിനിൻ, തൈമിൻ ഇതൊരു മാറ്റമല്ലേ? പെട്ടെന്നുണ്ടായ ഒരു മാറ്റമാണ്. ഇതാണ് മ്യൂട്ടേഷൻ. മനസ്സിലായില്ലേ? മ്യൂട്ടേഷൻ എന്തായിരുന്നു? നമ്മുടെ ജനിതക ഘടനയിൽ ആകസ്മികമായിട്ടുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ DNA ഇരട്ടിക്കൽ ഉണ്ടാകുന്ന തകരാറ്, ചില പ്രത്യേക രാസവസ്തുക്കൾ, വികിരണങ്ങൾ തുടങ്ങിയവ മ്യൂട്ടേഷന് കാരണമാകാം. മ്യൂട്ടേഷൻ എന്താണ്? ജീനുകളിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഈ ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നുമുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടുത്തൊരു ദിവസം തന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.